ചികിത്സാ പിഴവിനെ തുടർന്ന് നവജാത ശിശു മരിച്ചതായി പരാതി. ആലപ്പുഴ കായംകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിക്കെതിരെയാണ് പരാതി. ഭരണിക്കാവ് സ്വദേശികളായ അതുല്യ, അജീഷ് ദമ്പതികളുടെ കുട്ടിയാണ് മരിച്ചത്. ഒരു പ്രതികരണമുണ്ട്, അതാദ്യം. ചെറിയ പെയിനുമായിട്ട് ഇങ്ങോട്ട് വരരുത്, നല്ല പെയിനൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങോട്ട് വരാറുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ എൻ്റെ ഇടയ്ക്ക് 19-20 തീയതിക്കോട്ട് പെയിനുണ്ട്, 21 തീയതി ചെറിയ പെയിനുണ്ട്, 22 തീയതി ഇച്ചിരി പെയിനായപ്പം പെയിനെന്നല്ല, വൈഫിന് ബ്ലീഡിങ് ഉണ്ടായിട്ട് അവിടുന്ന് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് രാവിലെ കൊണ്ടുവന്നതിന് ശേഷം ഞാൻ പറഞ്ഞ ബ്ലീഡിങ് ആണ്, അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം അത് കുഴപ്പമില്ല, ഒരു മരുന്ന് വെച്ചിട്ട് വേദനയ്ക്കുള്ള ഒരു മരുന്ന് വെച്ച് അത് വേദന കുറഞ്ഞ് അതുകൊണ്ട് ഞാനിന്നങ്ങ് പോന്നു. പിന്നെ ഇന്നലെയാണ് പോകുന്നത്, 23 തീയതി രാവിലെ അവിടെ ചെന്നപ്പോഴും ഡോക്ടർ പറയുന്നത് കുഴപ്പമില്ല, 24 തീയതി അല്ലേ നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞത്, പ്രസവിക്കാനുള്ള മരുന്ന് വെക്കാൻ പറ്റത്തില്ല, അത് ഇല്ലീഗലാണെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കുഴപ്പങ്ങളുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് ഹോസ്പിറ്റലിന് വലിയ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞു. കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് കുറവാണ്, അതുകൊണ്ട് പെട്ടെന്ന് സിസേറിയൻ നടത്തണമെന്ന്. അപ്പം എൻ്റെ വൈഫ് പറഞ്ഞത് പറ്റില്ല, ഞാൻ പ്രസവിച്ചോളാന്ന് പറഞ്ഞു. ഞാൻ രാവിലെ 10 മണിക്ക് 10:30 അവിടെ കൊണ്ടുവന്ന് ഇപ്പോഴും ഇവരെ പറഞ്ഞില്ല. കുഞ്ഞിനെ അകത്തേക്ക് വൈഫിനെ കയറ്റി പരിശോധിച്ചപ്പോൾ പോലും ഇവർ പറയുന്നില്ല കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് കുറവ് ഉണ്ട്, അല്ലെങ്കിൽ അതുകൊണ്ടാണ്, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും എന്നോട് പറയാതാണ് എൻ്റെ വൈഫിനെ ഡയറക്റ്റ് ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കയറ്റുന്നതും എൻ്റെ അടുത്ത് ഇതിനകത്ത് സൈൻ ചെയ്യണമെന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ വൈഫിൻ്റെയും എൻ്റെ കുഞ്ഞിൻ്റെയും ഇതുകൊണ്ട് ഞാനത് പെട്ടെന്ന് ഒപ്പിട്ട് 15 മിനിറ്റോളം ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിന് വെളിയിൽ വെയിറ്റ് ചെയ്ത്, ഞാനും എൻ്റെ അമ്മയും വെളിയിൽ വെയിറ്റ് ചെയ്തതിന് ശേഷം ഇവർ വന്നു. ഒരു നേഴ്സ് വന്നിട്ട് പറഞ്ഞു കുഞ്ഞിനെ കാണാൻ അങ്ങോട്ട് കയറി വരാൻ പറഞ്ഞു. കയറി വന്നപ്പോഴത്തേക്ക് കുഞ്ഞിനെ അവരുടെ ഒരു ഒബ്സർവേഷൻ റൂമിലിട്ട് കിടത്തിയേക്കുമാണ്. കൃത്രിമ ശ്വാസം അവർ കൊടുക്കുന്നുണ്ട്. കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് കുറവായതുകൊണ്ട് കുഞ്ഞിന് ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ ആംബുലൻസ് വിളിച്ചിട്ടുണ്ട്, വണ്ടാനം മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് അവർ തന്നെ ഹോസ്പിറ്റലിൽ തന്നെ ആംബുലൻസ് വിളിച്ച് എന്നെ, എൻ്റെ സഹോദരി ഭർത്താവും, ഞങ്ങൾ 3 പേരുടെ 2 നേഴ്സുമാരുടെ ഈ ഹോസ്പിറ്റലിൽ വണ്ടാനം മെഡിക്കൽ കോളേജ് വന്ന് അരമണിക്കൂർ ഇപ്പോൾ പറഞ്ഞ് കുഞ്ഞ് മരണപ്പെട്ടെന്ന്. അതിന് മുമ്പേ കുഞ്ഞിന് അനക്കമൊന്നും ഞാൻ കണ്ടില്ല. ഒരു സ്വാഭാവികമായിട്ടുള്ളത് എന്നെ കാണിച്ചപ്പോഴും എനിക്കൊന്നും തോന്നിയില്ല. എന്നെ ഇറക്കി നിർത്തിയിട്ടാണ് ഇവരെ വന്നിട്ട് ആംബുലൻസ് കയറ്റി പെട്ടെന്ന് കൊണ്ടുവരുന്നത്. രഘു, ചികിത്സാ പിഴവെന്ന ആരോപണം വീണ്ടും വരികയാണോ? അങ്ങനെയെങ്കിൽ എന്താണിപ്പോൾ കുടുംബം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ? എന്താണ് അധികൃതരുമായി ബന്ധപ്പെട്ട്, ഈ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടേക്കുള്ള അവരുടെ വേഷൻസ് എന്താണ്? കായംകുളത്തെ ഈ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. പ്രസവത്തിന്റെ തീയതി അടുത്ത് വരികയായിരുന്നു. പക്ഷെ അതിന് മുൻപായിട്ട് തന്നെ 1-2 ദിവസം മുൻപ് ബ്ലീഡിംഗ് ഉണ്ടായി. ആശുപത്രിയിൽ ചെന്നപ്പോൾ കൃത്യമായ ഡേറ്റിന് വന്നാൽ മതി എന്ന് പറഞ്ഞയക്കുകയായിരുന്നു. ഇന്നലെ വീണ്ടും അത്തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാവുകയും ആശുപത്രിയിൽ എത്തുകയും ചെയ്തു. അപ്പോൾ ഈ അതുല്യയെ അവിടെ കിടത്തി ചികിത്സിപ്പിക്കാൻ വേണ്ടി ആശുപത്രി അധികൃതർ തയ്യാറായില്ല എന്നുള്ളതാണ് ഇവരുടെ പരാതി. പിന്നീട് ഇവർ നിർബന്ധിച്ച അടിസ്ഥാനത്തിൽ ഒരു ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുകയും വളരെ വേഗത്തിൽ തന്നെ സിസേറിയനിലേക്ക്, ഓപ്പറേഷനിലേക്ക് കടക്കുകയാണ് ചെയ്തത്. കുഞ്ഞ് ആൺകുഞ്ഞായിരുന്നു. അപ്പോൾ ജനിച്ചപ്പോൾ തന്നെ അതിന് ശ്വാസം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഈ അജീഷ് അടക്കമുള്ള, അതുല്യയുടെ ഭർത്താവ് അജീഷാണ് നമ്മളോട് സംസാരിക്കുന്നത്. അജീഷ് അടക്കമുള്ള ആളുകൾ പറയുന്നത്. അവിടെ നിന്ന് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക്, കായംകുളത്ത് നിന്ന് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അയച്ചു. പക്ഷേ കുട്ടി മരണപ്പെട്ടു എന്ന് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് സ്ഥിരീകരിക്കുകയായിരുന്നു. തുടർന്ന് കായംകുളം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. അല്പസമയത്തിനകം കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം നടക്കും. ഈ പോസ്റ്റ്മോർട്ടത്തിലൂടെ മാത്രമേ എന്താണ് മരണകാരണമെന്നുള്ള പ്രാഥമിക വിവരം ലഭ്യമാവുകയുള്ളൂ. ശരി, രഘുനാഥ് നാരായണാണ് വിവരങ്ങൾ നൽകിയത്. വീണ്ടും ഒരു ചികിത്സാ പിഴവിന്റെ വാർത്തകൾ വരികയാണ്. നവജാത ശിശു മരിച്ചു, അത് ചികിത്സ പ്രോപ്പറായിട്ട് കിട്ടാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്.